ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. വീട്ടിലുള്ളവർക്ക് നേരാംവണ്ണം തിന്നാൻ പോലും കൊടുക്കുന്നില്ല ഇപ്പോഴത്തെ ക്യാപ്റ്റന്മാരും. മടിയന്മാരെന്ന് പറഞ്ഞാൽ ലോക മടിയന്മാരാണ്. ഇത്രയും കാലം ആരെങ്കിലുമൊക്കെ വച്ചുണ്ടാക്കി കൊടുത്ത സമയത്ത് കൃത്യസമയത്തിന് ഫുഡ് കിട്ടണം, 5 കറി ഇഞ്ചി വേണം, എന്തൊക്കെ ആയിരുന്നു. ഇന്ന് നെവിൻ ഇപ്പോൾ കിടന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട്. ടാസ്കുകൾ ഉള്ളതാണ് ഇവിടെ, ഇത് ബിഗ് ബോസ് വീടാണ്, ഇവിടെ 4ഉം 5ഉം കറിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ തരുന്നതിനെ വേണമെങ്കിൽ തിന്നിട്ട് പോയി ടാസ്ക് ചെയ്യടോ എന്ന് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ചെറ്റത്തരം പറയാതടാ എന്ന് ഷാനവാസ് തിരിച്ച് നെവിനോടും പറഞ്ഞിരിക്കുകയാണ്. നെവിനും ഷാനവാസും ഒക്കെ തമ്മിൽ വലിയ വഴക്ക് നടന്നു. ഇതിനിടയിൽ അനുമോളും അക്ബറും തമ്മിൽ വഴക്ക് നടന്നിട്ടുണ്ട്. സോ ഷാനവാസും നെവിനും തമ്മിൽ വലിയ വഴക്ക് തന്നെ നടന്നു. വളരെ മോശമായ ഭാഷകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ആവശ്യം പോലെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവരെന്നിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇന്നലെ ഇവര് സമയത്തിന് ഫുഡ് കൊടുത്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് റിവെഞ്ച് എടുക്കുകയാണ് കിച്ചൺ ടീം. ഇവരിന്ന് ചോറും എന്തോ ഒരു കറിയും മാത്രം ഉണ്ടാക്കി വെക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പൊ ഇത് ഷാനവാസ് ചോദിച്ചു, ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ ഇരിക്കുന്നു, ഒരു തോരനോ എന്തെങ്കിലും കൂടെ ഉണ്ടാക്കാമല്ലോ, ഇത്രയും കാലം അങ്ങനെ ആയിരുന്നല്ലോ എല്ലാ കിച്ചൺ ടീമുകളും, നിങ്ങൾക്ക് മാത്രം എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ഷാനവാസ്. ഇവിടെ അക്ബർ ആണെങ്കിൽ രാജാവിനെ പോലെ ആ ഒരു ബീൻ ബാഗിൽ കിടക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ നിവിനും അതുപോലെ ആര്യനുമാണ് കിച്ചണിൽ നിൽക്കുന്നത്. നിവിൻ അക്ബറിനെ കൊണ്ട് ഒന്നും ചെയ്യിക്കുന്നേ ഇല്ല. ഇനി അക്ബർ എന്തെങ്കിലും ഓഫറോ എല്ലാം കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. പുള്ളിക്ക് പുറത്തിറങ്ങിയിട്ട് പുള്ളിയുടെ ഡ്രീം എന്ന് പറയുന്നത് മറ്റേ എന്താ അവതാരകനായിട്ടൊക്കെ നിൽക്കാന്നാണല്ലോ. അക്ബർ ഗെയിം കളിച്ചോന്ന് അറിഞ്ഞൂടാ. അക്ബർ പറഞ്ഞാണ് നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ നിന്നെ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് വല്ലതും പറഞ്ഞൊന്നും അറിയത്തില്ല. ഒരു കിങ്ങിനെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അക്ബറിനെ നെവിൻ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അക്ബറും കൂടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്, നിങ്ങൾ എന്താണ് അക്ബറിനെ വിളിക്കാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അക്ബർ കരഞ്ഞെറിഞ്ഞ് പതുക്കെ ബീൻ ബാഗിൽ നിന്ന് എണീറ്റ് അങ്ങോട്ട് നടന്നു. അതുവരെ ബീൻ ബാഗിൽ തന്നെ കിടക്കായിരുന്നു. ബേസിക്കലി ഇവർക്ക് 3 പേർക്കും പണി ചെയ്യാൻ ഭയങ്കര മടിയാണ്. സോ ഇത് ഇവരെന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാലം ഇവർക്ക് കിച്ചൺ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, ഫുഡ് കറക്റ്റ് ആയിരിക്കണം, ടേസ്റ്റ് വേണം, സമയത്തിന് കിട്ടണം, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ഇവർ കിച്ചൺ ടീമിൽ വന്നപ്പോൾ അതൊന്നും ബാധകമല്ല. ഇത് ബിഗ് ബോസ് വീടാണ്, ഇവിടെ ഉണ്ടുറങ്ങാൻ വന്നതാണോ, ഇവിടെ ടാസ്ക് കളിക്കാൻ വന്നതാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റൂ, വേണമെങ്കിൽ തിന്നിട്ട് പോടെ. ഈ ഡയലോഗൊക്കെ എങ്ങാനും അനുമോളാണ് പറഞ്ഞിരുന്നെങ്കിൽ, അനീഷാണ് പറഞ്ഞിരുന്നെങ്കിൽ, ഷാനവാസാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവർ കേട്ടോണ്ട് നിൽക്കുമോ വേണമെങ്കിൽ തിന്നിട്ട് പോകുന്നൊക്കെയുള്ള ഡയലോഗ്? ഇമാതിരി വൃത്തികെട്ട ഡയലോഗൊക്കെയാണ് കിച്ചൺ ടീമിൽ പ്രത്യേകിച്ച് നെവിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. ഇത്ര കാലം കിച്ചൺ ടീമിലുള്ളവർ വച്ചുണ്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ലപോലെ എല്ലാവരും കഴിച്ചില്ലേ? ഈ ബിഗ് ബോസ് വീട്ടിൽ ഈ സീസണിലെ തുടക്കത്തിൽ ഒന്നും ഇല്ലായിരുന്നപ്പോൾ പോലും ഉള്ളത് വെച്ച് ഗംഭീരമായിട്ടൊക്കെ അവിടെ ഉണ്ടാക്കി തന്നെയാണ് അവർ കഴിച്ചത്. അപ്പൊ ഇപ്പൊ ഇവര് കിച്ചൺ ടീമിൽ വന്നപ്പോൾ എല്ലാം കൊണ്ട് ആവശ്യം പോലെ. ഈ അനു അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കിച്ചൺ ടീമിന്റെ ഭാഗങ്ങളായിരുന്ന സമയത്ത് അവിടെ എത്ര ആൾക്കാരുണ്ടായിരുന്നെന്ന് ആലോചിക്കണം. തുടക്കത്തിൽ 10-20 പേർക്ക് മുകളിൽ ഉണ്ടായിരുന്നപ്പോഴും അവിടെ പല ടീമുകളും, ഇവരെന്നല്ല പല കിച്ചൺ ടീമുകളും ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവര് 3 പേരും വന്നിട്ട് ആകെ 7, 8, 9 പേരാണ് അതിനകത്തുള്ളത്. ഇത്രയും പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കാനാണ് ഈ ബഹളം. അപ്പൊ ഇത്രയും കാലം കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നവരെ അവർ സമ്മതിക്കണ്ടേ? അനുവിനൊക്കെ അവർ എന്തെല്ലാമാണ് പറഞ്ഞത്, അനുവിന് ദേഷ്യം വരുന്നു, അനു കൃത്യമായിട്ട് വിളമ്പിയില്ല, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ കിച്ചൺ ടീമിനകത്ത് നിൽക്കുമ്പോൾ എല്ലാവരും ഒരു പ്രഷർ പോയിന്റിലാണ് നിൽക്കുന്നത്. അനു ഇത്തിരി ഓവറാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് അനുവിന്റെ പ്രവൃത്തികളൊന്നും ഞാൻ ഇവിടെ ന്യായീകരിക്കുന്നൊന്നുമില്ല. അനു കിച്ചൺ ടീമിലായി കഴിഞ്ഞാൽ വേറൊരു അലമ്പാണ്, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും ഒരു പ്രഷർ കുക്കറിൽ നിൽക്കുന്ന അവസ്ഥയാണ് കിച്ചൺ ടീമിൽ. എന്ന് വെച്ചാൽ പെട്ടെന്ന് എല്ലാവർക്കും ഒരുക്കി കൊടുക്കണം, എല്ലാവരുടെയും ഫുഡ് അറേഞ്ച് ചെയ്തിട്ട് വേണം സ്വന്തം കാര്യം നോക്കി റെഡി ആവാനും പിന്നെ പോയി ടാസ്കുകളിൽ അറ്റൻഡ് ചെയ്യാനും ഒക്കെ. അപ്പൊ മറ്റുള്ള ജോലി പോലല്ല, ഇപ്പൊ ബാത്റൂം ക്ലീനിങ്ങോ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനിങ്ങോ ഒന്നും പോലെ അല്ല കിച്ചൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഉത്തരവാദിത്തം വളരെ കൂടുതലാണ്. അങ്ങനത്തെ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ഒരു സമയത്ത് ആ പരിഗണനയൊന്നും ഇവരാരും ആരോടും കാണിച്ചിട്ടില്ല. നെവിൻ കാണിച്ചിട്ടുണ്ടോ? കിച്ചൺ ടീമിന് കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന സാധനങ്ങൾ വരെ കട്ടെടുത്തോണ്ട് പോയി തിന്നിരുന്ന നെവിൻ ഇപ്പൊ പറയാണ് ഒറ്റ ഒരെണ്ണം കിച്ചൺ ടീമിൽ കയറിപ്പോവരുത്, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കുന്നത്. അപ്പോ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോ സ്വഭാവങ്ങളൊക്കെ അങ്ങോട്ട് മാറി. ഈ ചെമ്മീൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ ചെമ്മീൻ സിനിമയോട് സാദൃശ്യമുള്ള രീതിയിലാണ് നെവിന്റെ ഒക്കെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ലായ്മയെ കിടന്ന സമയത്ത് ചെമ്മൻ കുഞ്ഞ് എന്തൊരു നല്ല മനുഷ്യനായിരുന്നു, എന്തൊരു സാധുവായിരുന്നു. പരീക്കുട്ടീൻ്റെ അടുത്തൊക്കെ എന്തൊരു ബഹുമാനമായിരുന്നു. ഒറ്റ തവണ ചാകര വന്നതോടുകൂടി അയാളുടെ സ്വഭാവം മാറിക്കഴിഞ്ഞു. മുതലാളിയാകാൻ പോകുന്നു എന്ന് മനസ്സിലായതോടെ അയാളുടെ വള്ളത്തിലേക്ക് ആരെയും അടുപ്പിച്ചില്ല എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ. അതായത് അതിനു മുമ്പ് അയാൾക്ക് എല്ലാവരെയും ബഹുമാനമായിരുന്നു, താഴ്മയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അയാളുടെ കയ്യിലേക്ക് ആ ഒരു പണം അല്ലെങ്കിൽ അധികാരം കിട്ടിയപ്പോൾ അയാൾ പതിയെ അയാളുടെ സ്വഭാവം കാണിച്ചു. അതുപോലെ ഇവിടെ ഇപ്പോൾ ഇത്രയും കാലം പല പല കിച്ചൺ ടീമുകൾ വന്നപ്പോൾ നെവിൻ ഒരു കുഴപ്പമില്ലായിരുന്നു. നെവിൻ അവരുടെ ഒന്നും അനുവാദം കൂടാതെ തന്നെ കയറി പലതും എടുത്ത് അടിച്ചു മാറ്റി അതെല്ലാം നെവിൻ്റെ ഇഷ്ടത്തിനുണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ നെവിൻ തന്നെ കിച്ചന്റെ ഭരണത്തിലേക്കും വീടിന്റെ ഭരണത്തിലേക്കും എത്തിയപ്പോൾ എന്തൊരു ധാർഷ്ട്യമാണ്, എന്തൊരു അഹങ്കാരമാണ് അല്ലേ? മനുഷ്യരിങ്ങനെയാണ്.
അധികാരവും പണവും ഒക്കെ അവനെ പലപ്പോഴും അന്ധരാക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബിഗ് ബോസ് നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമാകുമ്പോൾ. ഇവിടെ ഇന്ന് അവർ കാണിക്കുന്ന അവരുടെ ധാർഷ്ട്യമാണ്. അവരാണ് ഹൗസ് ക്യാപ്റ്റൻ, അവരാണ് കിച്ചൺ ക്യാപ്റ്റൻ, ഞങ്ങൾ പറയും നിങ്ങൾ അനുസരിച്ചോണം, ഞങ്ങൾ തരും വേണമെങ്കിൽ മുണിങ്ങിയിട്ട് പൊക്കോ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ശരിക്കും കിച്ചൺ ടീം ചെയ്യേണ്ടിയിരുന്ന എന്താണ്? അവർക്ക് കിട്ടിയ ആ ഒരു ഡ്യൂട്ടി മനോഹരമായി ചെയ്ത് കാണിച്ചു കൊടുക്കണമായിരുന്നു. അതിലൂടെ അവർക്ക് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഒരു ഇടം നേടാൻ കഴിയുമായിരുന്നു. ഇവിടെ അവർ അഹങ്കാരത്തിന്റെ വഴിയാണ് തെരഞ്ഞെടുത്തത് എന്നത് പറയാതെ വയ്യ. എന്തായാലും നെവിനും അതുപോലെ ഷാനവാസും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വഴക്ക് തന്നെയാണ് അവിടെ ഇന്ന് നടന്നത്. ഷാനവാസ് ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇതെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നീ മറക്കരുത്, നീ ചെറ്റത്തരമാണടാ, ചെറ്റേ കാണിക്കുന്നതെന്നൊക്കെ വിളിക്കുന്നുണ്ട് ഷാനവാസ്. ഇതിനിടയിൽ നെവിൻ ഷാനവാസിന്റെ അടുത്ത് ഭയങ്കര മാസമായിട്ടൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതായത്, ഷാനവാസേ തളർന്ന് വീഴാതെ നോക്കിക്കോണം, എനർജി ഉണ്ടാവണം, ബോധം കെട്ടൊന്നും വീഴരുത്, ടാസ്ക് ചെയ്യാനുള്ളതാണ്, ടാസ്ക് ചെയ്യുമ്പോൾ ബോധം കെട്ട് വിടരുത്, എനർജി വേണം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. ആര്? ആദ്യത്തെ ടാസ്കിൽ തന്നെ എൻ്റെ അമ്മച്ചി എന്ന് വിളിച്ചും കൊണ്ട് ഉച്ചൂത്തനെ വീണ നെവിൻ. ആ നെവിൻ ഷാനവാസിന്റെ അടുത്ത് പോയിരുന്നു പറയാണ് ഷാനവാസ് ബോധം കെട്ട് വിടരുത് എന്നും. സാധാരണ രീതിയിൽ കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ടാസ്കിൽ കുറച്ച് പോയിന്റ്സ് കിട്ടിയത് കൊണ്ട് നെവിൻ ഇപ്പോൾ 18 പോയിന്റ് എത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആദ്യത്തെ നമുക്ക് നമ്മുടെ ക്ഷമ പരീക്ഷിക്കുന്ന, നമ്മുടെ കായിക ശക്തി പരീക്ഷിക്കുന്ന ഒരു ടാസ്കിൽ നെവിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ട് ആ വീട്ടിലെ പെമ്പിള്ളേർ ചെയ്തിട്ടുണ്ട് ടാസ്ക്. മനസ്സിലായോ? ആ നെവിനാണ്. ആ ഫോട്ടോ വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നെവിൻ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കഴിഞ്ഞിട്ട് മറ്റേ എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞ് ജഗതി ഒരു സിനിമയിൽ വീണ് കിടന്ന പോലത്തെ ഒരു കിടപ്പ് കിടന്നത് ഓർമ്മയുണ്ടോ? അതാണ് നെവിൻ. ആ നെവിനാണ് ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത്. എന്തായാലും കൊള്ളാം. അതായത് ഒരു കാശിന് കൊള്ളില്ല, ഞങ്ങളിൽ ഔഷധ ഗുണം അശേഷമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ കിച്ചൺ ടീം എന്ന് പറയുന്നത്. ചോറും ഒരു പാവയ്ക്കക്കറി ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ഷാനവാസ് പറഞ്ഞത്, ഇവിടെ എന്തെല്ലാം ഇരിപ്പുണ്ടേ, വല്ലതൊക്കെ ഉണ്ടാക്കി തന്നൂടെ, നീയൊക്കെ ഇത്രയും കാലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ല, വേറെ ടീമുകളൊക്കെ വരുന്ന സമയത്ത് എന്തായിരുന്നു എന്ന് ഷാനവാസ് പറഞ്ഞത് വെറുതെ ആണോ? എന്തെല്ലാം സാധനം അവിടെ ഇരിക്കുന്നു. ഇന്നലെ അതുപോലെ 2 നേരേ കൊടുത്തുള്ളൂ, ബാക്കി അവരെ പട്ടിണിക്കിട്ടു. ഇവരാണ് ഇത്രയും കാലം മറ്റുള്ളവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് പോയിന്റ്. ഈ 10 മണിക്ക് ആവേണ്ട കാപ്പി അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 10:30 ആയി കഴിഞ്ഞാൽ തുടങ്ങും ബഹളം. അപ്പോൾ ഈ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി കാരണമാണ് ഡിലേ ആയതെന്നുള്ള കൺസിഡറേഷൻ ഇല്ല, ടാസ്കുകൾ കൊണ്ടുണ്ടായതാകാമെന്ന കൺസിഡറേഷൻ ഇല്ല, ഹെൽത്ത് പരമായ പ്രശ്നങ്ങളാണെന്നുള്ള പരിഗണനയില്ല. പക്ഷേ ഇവർ 3 പേരും കൂടെ കിച്ചൺ ടീമിൽ വന്നപ്പോൾ ബാക്കിയുള്ളവർ മനസ്സിലായിക്കോണം, ഇതാണ് ബിഗ് ബോസ് വീട്, ഇവിടെ ഇങ്ങനെയൊക്കെ ആണത്രേ. ഇത്രയും കാലം 19 ദിവസം ഞം അടിച്ച സമയത്ത് ഇവർക്ക് അറിഞ്ഞൂടാ ഇത് ബിഗ് ബോസ് വീടായിരുന്നു. ഇത്രയും കാലം ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് കൊണ്ട് തന്നെയാണ് മറ്റുള്ള കിച്ചൺ ടീമുകളൊക്കെ ഓരോന്ന് ഉണ്ടാക്കി തന്നത്, രുചികരമായ ഭക്ഷണങ്ങൾ വിളമ്പിയത്. അതിപ്പോൾ അനുമോള് മാത്രമല്ല, പല കിച്ചൺ ടീമിലുള്ളവർ അങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു പലപ്പോഴും ഇവരുമൊക്കെ. പക്ഷെ ഇവർ ഒരു പണിയും എടുക്കാതെ കറങ്ങി നിൽക്കുന്നതായിരുന്നു ഇവരുടെ പണി. ഇതിപ്പോ 3 മടിയന്മാർ ഒന്നിച്ചൊരു ടീമിലേക്ക് വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആരും അവിടെ ചെയ്യാനില്ല. ഇപ്പൊ മല മറിക്കുമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ് നെവിൻ. ഇപ്പൊ കാണുന്നുണ്ട് കിടന്ന് കഞ്ഞി വെക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.